നിനക്കറിയാവോ എന്താ? ഇന്നലെ നമ്മൾ എടവ മിഷൻ മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിച്ചത് എന്താണെന്നറിയാവോ? എന്താ ചോദിച്ചേ? ലിസൺ, ഇന്നലെ ഞങ്ങള് എടവ മിഷൻ മെമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2 അങ്കിൾമാർ വെളി നിൽപ്പുണ്ടായിരുന്നു. അങ്കിളുടെ സ്കിറ്റിന്റെ പേരെന്താ? ആൻസർ എന്താ പറഞ്ഞെന്നറിയാവോ? ക്യാരക്ടറിലൊന്ന് കേറട്ടെ. മക്കളെ, മലയാളത്തില് നാടകം എന്ന് പറയും. സോ പ്രസന്റിംഗ് ടു യു എടവക മിഷന്റെ നാടകം. പ്രിയമുള്ളവരെ, വളരെ പരിമിതമായ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് EMTC ഇടവക മിഷൻ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നു. ഇതിലെ പോരായ്മകൾ കണക്കിലെടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിനുവേണ്ടി അധ്വാനിച്ച ഓരോരുത്തരോടും, പ്രത്യേകിച്ച് തിരക്കുകൾക്ക് നടുവിലും സൗണ്ട് റെക്കോർഡ് ചെയ്ത് ഞങ്ങളെ സഹായിച്ച പ്രിയ മാത്യു ജോസഫിനോടും, ഇന്നിവിടെ സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുന്ന ജെറിൻ ബിനുവിനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞങ്ങളിതാ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ത്രേസ്യ, എടി ത്രേസ്യാമേ. ഓ, ത്രേസ്യ, എടി ത്രേസ്യാമേ. ഓ, എടി നീ എന്തെടുക്കും അവിടെ? ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അച്ചായ? എടി പിള്ളേരെ കാണുന്നില്ലല്ലോ. ഇപ്പം വരുമായിരിക്കും. എത്ര നാളായി കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചിട്ട്. അവർക്ക് ഈ വിശേഷ ദിവസമെങ്കിലും കുറച്ച് നേരത്തെ വന്നൂടെ? എന്തെങ്കിലും തിരക്ക് കാണും അച്ചായ. തിരക്ക്? നീ ആ ഫോണിങ് എടുത്ത് ത്രേസ്യ. അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. ആ, എത്തിയെന്ന് തോന്നുന്നു. നിങ്ങൾ എന്താ മോനെ ഇത്രയും ലേറ്റ് ആയത്? എത്ര നേരമായി ഞങ്ങൾ നോക്കിയിരിക്കുന്നു. ഫുഡൊക്കെ തണുത്തു പോയിരിക്കും. ഓ, അത് സാരമില്ലമ്മേ, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നു. കഴിച്ചിട്ട് വന്നോ? അതെ അപ്പ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും അവിടെ ഒത്തുകൂടി ക്രിസ്മസ് ആഘോഷിച്ചിട്ടാണ് വന്നത്. മോളെ, അപ്പച്ചന് കേക്ക് എടുത്തു കൊടുക്കും മോളെ. ത്രേസ്യ, ആ കത്തിയും കിടക്ക്. ഇല്ലപ്പ, അത് പിന്നെ നിങ്ങൾ മെല്ലെ കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ഇപ്പോൾ തന്നെ സമയം ഒത്തിരിയായി. മാമോളെ, അമ്മേ, ഞങ്ങൾ ഇറങ്ങുക. കുഞ്ഞുങ്ങളെങ്കിലും നിനക്ക് ഇവിടെ നിർത്തിയിട്ട് പൊക്കൂടെ? ഇത്ര പെട്ടെന്ന് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? രാവിലെ അവൾക്ക് ട്യൂഷന് പോകണം. 10ാം ക്ലാസ്സിലല്ലേ അമ്മ അവൾ പഠിക്കുന്നത്? വിഷമിക്കേണ്ട അച്ചായ, അവർക്ക് പോയിട്ട് വല്ല തിരക്ക് കാണും. തിരക്കൊക്കെ നല്ലതാ ത്രേസ്യാമേ. എന്നാ അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മറന്നു പോകരുത്. ആ, സാരമല്ല. നീ ഇതിനെ അതോർത്ത് വിഷമിച്ച് നിന്റെ അസുഖമൊന്നും കൂട്ടാതിരുന്നാൽ മതി. ഒക്കച്ചോ, എന്താ അനങ്ങാതെ ഇരിക്കുന്നത്? നല്ലൊരു ദിവസമായിട്ട്. ദേശീയമ്മ എന്തി? അടുക്കളയിലാണോ? ആ, അവളെ അടുക്കളയിലാ. ഇരിക്കുന്നു തോമച്ച. ആ, കുഞ്ഞുങ്ങളൊക്കെ എപ്പോ വന്നു? ത്രേസ്യാമോ, നോയിക്കേ, ആരാ വന്നിരിക്കുന്നത് നോയിക്കേ. ആഹാ, തോമാച്ചനോ? കുഞ്ഞുങ്ങളൊക്കെ എപ്പോ വന്നു? അവരിന്ന് രാവിലെ എത്തി. മക്കച്ചനെ വന്ന് കാണാമല്ലോ, തോമസൊക്കെ അല്ലേ? എവിടെയാ മോനും കുടുംബമൊന്നും വന്നില്ലേ? ഒന്നും കാണുന്നില്ലല്ലോ. അവർ വന്നിരുന്നു. രാവിലെ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ ഉണ്ടെന്നും പറഞ്ഞ്
അവർ വേഗം പോയി. തോമസ്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ക്രിസ്മസിനെ പറ്റി നീ ഓർക്കുന്നുണ്ടോ? മോളിങ്ങി വന്നേ. ഇന്നത്തെ പോലെയല്ല പഴയ കാലം. പട്ടിണിയുടെയും കഷ്ടപ്പാടിൻ്റെയും ഇടയിലുള്ള ഓരോ ഉത്സവവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല പലഹാരങ്ങളും വസ്ത്രങ്ങളും ആൾക്കാരുടെ ഒത്തുചേരലുമെല്ലാം എത്ര രസകരമായിരുന്നു. സന്ധ്യയാകുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് എന്ത് രസമാണ്! പാട്ടും ഡാൻസും നാടകങ്ങളും എല്ലാം എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നു. പ്രിയ വിശ്വാസ സമൂഹമേ, നരിക്കൽ ബഥേൽ മാർത്തോമ ഇടവകയുടെ ഈ വർഷത്തെ ക്രിസ്മസ് കരോളിന് അതിമനോഹരങ്ങളായ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ കോൾമയിൽ കൊള്ളിച്ച ഇടവക ഗായക സംഘത്തിനോടുള്ള അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഇപ്പോൾ ആമുഖ പ്രസംഗത്തിനായി പ്രിയപ്പെട്ട ഇടവക വികാരിയെ സാദരം ക്ഷണിച്ചുകൊള്ളും. പ്രിയരെ, ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ വർണ്ണാഭമാക്കുവാനുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. മനുഷ്യൻ്റെ അറിവുകൾക്കപ്പുറം ദൈവമഹത്വവും മനുഷ്യരക്ഷയും ലക്ഷ്യമാക്കി ദൈവം സ്വയം ശൂന്യനായി മനുഷ്യരൂപം കൊണ്ടതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ധനത്തിനും അധികാരത്തിനും മറ്റ് ആസക്തികൾക്കും പിന്നാലെ പരക്കം പായുന്ന ഈ കാലഘട്ടത്തിൽ തനിക്കുള്ളതും ദൈവത്തിൽ അർപ്പിച്ച് അവരിനെ ചേർത്ത് പിടിച്ച് പുൽക്കൂട് പോലെ സ്വയം ശൂന്യനാകുന്നവനാണ് ദൈവരാജ്യത്തിൽ ഒന്നാമനാകുന്നത്. അവനിലാണ് ദൈവം പിറക്കുന്നത്. ക്രിസ്തു ജനിക്കുവാൻ നമ്മുടെ മനസ്സുകളെ പുൽക്കൂട് പോലെ ഒരുക്കാം. ക്രിസ്തു ജനിക്കുന്ന പുൽക്കൂട് ദൈവത്തിൻ്റെ കൊട്ടാരമാണെന്ന് നമുക്ക് ഓർക്കാം. കലാപരിപാടികൾക്ക് വേണ്ടി അക്ഷമരായി കാത്തിരിക്കുന്ന നിങ്ങളെ കൂടുതൽ മുഷിപ്പിക്കുന്നില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തോദ്ദീപകമായ ഒരു പ്രഭാഷണത്തിലൂടെ നമ്മെ അനുഗ്രഹിച്ച ഇടവക വികാരിക്ക് നന്ദി കരയറ്റുന്നു. അടുത്തതായി നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്കിറ്റിനായിട്ട് ഇടവക മിഷൻ അംഗങ്ങളെ സാദരം ക്ഷണിക്കുന്നു. യഹൂദിയയിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ അകലെയായി നസ്രത്ത് എന്ന പട്ടണത്തിൽ ജോസഫ് എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് മറിയ എന്ന ഒരു കന്യകയുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. നിർമ്മലവും നിഷ്കളങ്കത നിറഞ്ഞ ഹൃദയത്തോടു കൂടിയ ദൈവവിശ്വാസിയുമായിരുന്നു മറിയ. നിരന്തരമായ പ്രാർത്ഥനയിൽ മറിയയുടെ ആത്മാവും ശരീരവും ബലപ്പെട്ടു. അങ്ങനെയിരിക്കെ ഗബ്രിയേൽ മാലാഖ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. ദൈവം നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയില്ല. ഞാൻ സർവശക്തന്റെ ദാസിയായ ഒരു നിർധന കന്യക മാത്രമല്ല, ഞാൻ വിവാഹിതയുമല്ല. ഞാൻ പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കും?
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തെ എലിസബത്ത് ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. പാലസ്തീന്റെ വടക്കൻ പ്രദേശമായ നസ്രത്ത് പട്ടണത്തിലായിരുന്നു മറിയ താമസിച്ചിരുന്നത്. എലിസബത്ത് ആകട്ടെ തന്റെ ഭർത്താവായ സെക്രിയാവുമൊത്ത് തെക്കുള്ള യഹൂദിയിലും. വിവാഹ സംബന്ധമായി ബന്ധുത്വം നേടിയ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് 2-3 ദിവസത്തെ ക്ലേശകരമായ യാത്രയ്ക്ക് ശേഷം മറിയ എത്തി. വൃദ്ധിയായ ആ ഗർഭിണിയെ നമസ്കരിച്ച് അവർക്ക് മംഗളം ആശംസിച്ചു. ദൈവകൃപ ലഭിച്ചവളായ എലിസബത്തെ, നിനക്ക് വന്ദനം. മറിയേ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്റെ വന്ദനസ്വരം ശ്രമിച്ചപ്പോൾ തന്നെ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുണിച്ചാടി. കർത്താവ് തന്നോട് അരുളി ചെയ്ത് നിവൃത്തിയാക്കുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമായ യഹോവേ, അങ്ങേക്ക് സ്തുതി. അക്കാലത്ത് ജോസഫ് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ബേത്ലഹേം പട്ടണത്തിൽ നിന്നും നസറത്തിൽ വന്ന് പാർത്തിരുന്നു. ജോസഫ് ഒരു മരപ്പണിക്കാരനായിരുന്നു. ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം